എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫും രാവിലെ എഴുന്നേറ്റ് മുതലുള്ള പിന്നെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടും രാവിലത്തെയും ഉച്ചക്കത്തെയും വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളിതാ നേരെ അടുക്കളയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുട്ടാണ് കേട്ടോ. പുട്ടും കടലക്കറിയാണ്. അപ്പം ഞാൻ വേഗത എളുപ്പത്തിൽ 2-3 ഒരുമിച്ച് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിരട്ടപ്പുട്ടാട്ടോ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ ഓരോന്ന് ഉണ്ടാക്കാൻ നിൽക്കുന്ന നേരം നമ്മൾ 2-3 ഒരുമിച്ച് ഉണ്ടാക്കിയാൽ അപ്പോൾ ഇക്കാക്ക് പോകാനുള്ള ടൈമും ആയിട്ടോ. അപ്പോൾ വേഗം ആക്കാലോ വിചാരിച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഞാൻ ഇതാ നമ്മൾ കറി വിളമ്പുന്ന ചെറിയ ഡവറുണ്ടല്ലോ അതിലാട്ടോ ഞാൻ മാവൊക്കെ സെറ്റാക്കിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ 3 ഒരുമിച്ച് വെച്ചിട്ട് ആക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ നമ്മളെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും ലോഡ് കയറ്റുന്നിടത്തൊക്കെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ അവരിതാ വർത്താനൊക്കെ പറഞ്ഞ് ഒക്കെ ഇതാ വണ്ടിയിൽ ഓയിലും വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. 3-4 ദിവസമായില്ലേ നിർത്തിയിട്ടിട്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇതാ ഇക്ക വണ്ടി കയറി ഇക്ക പോയിട്ടോ. അപ്പോൾ ഇക്കാക്കൊന്ന് വിറകിൻ്റെ ലോഡാണ് കേട്ടോ. അപ്പോൾ മുത്തങ്ങ പോയി കയറ്റണം. അപ്പോൾ 8:30 ആകുമ്പോൾ അവിടെ എത്തണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക പോയിട്ടോ. ഇക്ക പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ ഇവിടെ വന്ന് കിടന്നു കേട്ടോ. സ്കൂളും മദ്രസയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് പിന്നെ വൈകുന്നേരത്തേക്ക് രാവിലത്തെ പുട്ടും കടലക്കറി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ഉച്ചക്ക് മതിയെന്ന് മക്കൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾ അതന്നെ കഴിച്ചു കിട്ടോ എല്ലാവരും കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് രാത്രിക്കത്തേക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ലോഡും കയറ്റി ഇതിലേ വരുമ്പോൾ ചോറ് കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ വേഗം അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറ് വേഗം റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് പിന്നെ സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത്. സാമ്പാറിനുള്ളതൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഉപ്പേരിക്ക് ക്യാബേജ് ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ അതും അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മോള് വീടിൻ്റെ അകമൊക്കെ അടിച്ചു വാരലും ഒക്കെ വൃത്തിയാക്കലൊക്കെ മോള് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചൊരു പണി കുറഞ്ഞ് കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അതൊക്കെ സെറ്റാക്കി. പിന്നെ ഇത് നമ്മൾ വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. വിക്കാക്കുള്ള ചോറും കറിയും ഉപ്പേരിയും ഒക്കെ സെറ്റാക്കി ഇതാ ഞങ്ങൾ ബീനാച്ചി ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ കാത്തിക്കുകയാണ്. അപ്പോൾ ഇതാ വരുന്നുണ്ട് കേട്ടോ ഇക്ക. അപ്പോൾ ഇക്കാക്ക് വണ്ടി തൂക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്ത് കേട്ടോ വണ്ടി തൂക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഇതാ ഇക്ക വന്ന് ബേവിജിലേക്ക് വന്നിട്ട് പിന്നെ ലോഡൊക്കെ വണ്ടി തൂക്കി ഒക്കെ സെറ്റാക്കിയെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവിടെ മക്കളെയും കൂട്ടിയിട്ടാട്ടോ പോകുന്നത്. രാത്രിയല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് വരണ്ടായി വെച്ചിട്ട് 2 കൂട്ടിയിട്ടോ. അങ്ങനെ 2 വന്ന് പിന്നെ ഇതാ വണ്ടി തൂക്കുന്നതും അതിൻ്റെയൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. ഇനി നമ്മൾ മുന്നിൽ പോന്നു, ഇക്ക പുറകിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇക്ക അങ്ങനെ പോയി നമ്മൾ ഇങ്ങോട്ടും തിരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. മേലെ തറവാട്ടിലാട്ടോ വണ്ടി വെക്കുന്നത്. അതാ വീട്ടിലെത്തിയിരുന്നേനും അതങ്ങനെ ഒളിഞ്ഞു നോക്കും.